കണ്ടുപോയാ? ഓഹോ, അറിഞ്ഞില്ലേ? എടുക്കണോ? എന്തൊരു ചൂടാ! ഞാൻ അപ്പളെ പറഞ്ഞ AC ഫിറ്റ് ചെയ്യണമെന്ന്. കറണ്ടില്ലാതെ എങ്ങനെയാ AC വർക്ക് ആവും? അതിന് കുറച്ച് തണുപ്പുണ്ടാവില്ലേ ഈ വീട്ടില്? അതിന്റെ ഹോളൊക്കെ നോക്കുന്നേ, ഇതിന്റെ കൂടെ എവിടെ AC വെക്കാൻ? ആ ബെഡ്റൂമിൽ വെക്കാനൊക്കെ പറ്റും. അപ്പുറത്തെ വീട്ടിലുണ്ടോ അമ്പിളിച്ചേട്ടാ? അപ്പുറത്തെ ഒരു കറണ്ട് ഉണ്ടോ? ആ വെളിച്ചം കാണുന്നുണ്ടല്ലോ. അത് എമർജൻസി വല്ലതും ആയിരിക്കും. അല്ലല്ല, അത് വെളിച്ചം തന്നെയാ. ഒരു ഇല പോലും അനങ്ങില്ല, കാറ്റില്ല. എങ്ങനെ കാറ്റ് വരാൻ? ഉള്ള മരങ്ങളും കുന്നും എല്ലാം പിടിച്ച് പൊളിച്ച്. അവിടെ കറണ്ട് പോയി. സമാധാനം എന്ത് നല്ല, നമുക്ക് പോയാലും അവന്റെ കൂടെ പോണം, എങ്കിലേ സമാധാനം കിട്ടുള്ളൂ. നല്ല സ്വഭാവം കേട്ടാ. ഇത് എന്നെ വെച്ചോളണേ, നടത്തിക്കോ. പറഞ്ഞേ വാ. നീ ഞാൻ ഒന്നും വരുന്നില്ല. എന്തൊരു ചൂടാ, കുറച്ച് നേരം കാറ്റ്. ആ അവിടെ ഇരുന്നോ, നിന്നെ കൂട്ടിന് ഏഷ്യ മാടനൊക്കെ വരും, അവിടെ ഇരുന്നോ. എന്ത് ഇത് കരിഞ്ഞൊന്നും അല്ലല്ലോ, പീസൊക്കെ ഓക്കെയാ. പിന്നെ എന്നാവും ഈ വീട്ടിലെ ആ വീട്ടിലെ ഒരേ ലൈനല്ലയോ? പിന്നെ എന്നാ കണ്ടില്ലാത്ത? വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. ഇവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇതുണ്ടോ, പ്രശ്നം ഉണ്ടോ? ഇത് അയാള് നമ്മളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്തതാ. ക്ലീറ്റസോ? ആ പാർട്ടിക്കാരനോ താഴത്തെ വീട്ടിലെ? അപ്പൊ ആകെ മൊത്തം അങ്ങനെ നിങ്ങൾക്കും പ്രശ്നമാണോ? അല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ കിണർ ഇറക്കണതിന്റെ പേരും പറഞ്ഞ് ഞങ്ങളൊന്ന് ഉടക്കിയതാ. അവൻ വെല്ലുവിളിച്ചിട്ടാണ് പോയത് എന്നെ ഇവിടെ നിന്ന് ഓട്ടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. ആണോ? എന്നാ മിക്കവാറും പണിയൊന്നായിരിക്കും. അയാളെ പാശാണത്തെ കൃമിയാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ താഴെ കറണ്ടുണ്ടോ നോക്കാം വീട്ടിൽ. അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ പണിയൊന്നതാ ആയിരിക്കും. നോക്കാം താഴെ. അയ്യോ ഒരു കാര്യം ചോദിക്കണ്ട, ഒന്ന് ഇറങ്ങി വരും. അളിയാ കറണ്ട് ഉണ്ടോ? അളിയാ കറണ്ട് ഉണ്ടോ? ലൈറ്റ് കത്തി കിടക്കണുണ്ടല്ലോ. എന്താണ് വേറെ എന്താണ്? അല്ല അവിടെ കറണ്ട് ഇല്ല. അതെ അമ്പളിക്കുട്ടാ, കേരളത്തിലൊരു സർക്കാരുണ്ട്. ആ സർക്കാരിന്റെ കീഴിൽ ഇഷ്ടംപോലെ ഇലക്ട്രിസിറ്റി ഓഫീസുണ്ട്. അവിടെ ലൈൻമാൻമാരുണ്ട്. നീ അവരോട് പോയി പറയണം അത് നോക്കാനായിട്ട്. അല്ലെ നീ എന്നോടൊന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ ഇടുക്കി സബ്സ്റ്റേഷനൊന്നുമല്ല കറണ്ട് അങ്ങോട്ട് തരാൻ. അതെ അതെ അതെ, ഉറങ്ങാൻ ഞാൻ ലൈൻമാനാണെന്ന് മനസ്സിലായി. ഞാൻ അവിടെ ഒന്ന് വീട് വാടക വെച്ച ചൊരുപ്പല്ലേ ആണെന്ന് ഇയാളെ കൂട്ടിക്കോ. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? സംസാരം ക്ലിയർ ആവണ്ടേ? ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ നിന്ന് ഇപ്പൊ കറണ്ട് അങ്ങോട്ട് കടം കൊടുക്കാൻ പറ്റൂലല്ലോ. അവിടെ കറണ്ട് ഇല്ലേ? ഈ ഭാര്യ പുറത്തോട് ഉടായ്പ കാണിക്കല്ലേ. ആ വീടിന്റെ ഈ വീടിന്റെ ലൈൻ ഒന്നാന്നേ. അപ്പൊ ആ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ ഈ വീട്ടിലും കറണ്ട് വേണം. ആ വീട്ടിൽ കറണ്ട് ഇല്ല, ഈ വീട്ടിൽ കറണ്ട് ഉണ്ട്. അതെങ്ങനെ വന്നു? അവിടുത്തെ ഫ്യൂസ് പോയതായിരിക്കും. ഈ സ്ത്രീ എന്നാ പറയുന്നത്? ഇങ്ങോട്ടേക്ക് ആ ഫ്യൂസാ ഈ ഫ്യൂസ്, ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് സംഭവം വേറെ പൈസ അടച്ചിട്ടില്ല, അത് തന്നെ. പൈസ ഒക്കെ അടച്ചളിയാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ, നീ 7 ദിവസത്തിനകത്ത് എന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ വല്ല പരിപാടി തന്നെ അളിയാ? അയ്യോ, നിന്നെ ഞാൻ പുറത്താക്കാൻ വേണ്ടി ഇമാതിരി തറ പരിപാടി ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. നീ അല്ലാതെ തന്നെ പുറത്ത് പോകൂടാ. അമ്പിളിക്കുട്ടൻ ചേട്ടാ, ഇതിപ്പോ എന്തോ കള്ളത്തരം ഞങ്ങള് നീ കള്ളത്തിനെ കാണിച്ചത് ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ എന്താ ഈ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാരെ അതെ, ചെക്ക് ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട്. ഞാൻ KSB ഉദ്യോഗസ്ഥനാണ്. അത് ഇയാൾ കറണ്ട് പോയിട്ട് ചെക്ക് ചെയ്താൽ ഇവിടെ ചെക്ക് ചെയ്യേണ്ട കാര്യം. ഇവിടെ ഇപ്പൊ എല്ലാം കറക്റ്റാ. നീ കരുവാടി നോക്കണം, എനിക്ക് നോക്കണം. എന്തിനാണ് നോക്കണേ? കറണ്ട് പോയെടുത്ത് നോക്കട്ടെ. ക്ലീറ്റോ നമ്മള് കള്ളത്തരം കാണിച്ചെന്നാണ് ഇപ്പൊ അമ്പിളിക്കുട്ടൻ ചേട്ടനും അങ്ങനെ ഒരു ധാരണയുണ്ട്. അത് വേണ്ട. സർട്ടിഫിക്കറ്റ് ആർക്ക് വേണോടി? സർട്ടിഫിക്കറ്റ് നമ്മൾ ഒരു മുറ്റത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളനും പോലീസും കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ കയറി നോക്കാം. പക്ഷേ ഞങ്ങള് കള്ളത്തരൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് മറുപടി നിങ്ങൾ തരണം. ഞാൻ ഒരു കാര്യം പറയാം, നീ അകത്ത് നീ കയറി അകത്ത് പോ. എന്നോടത് വേണ്ടായിരുന്നേ. അനുഭവിക്കുന്നു, നീ അനുഭവിക്കുന്നു. നോക്കിയോ?
ജോലിയാ ചെയ്ത് വെച്ചേക്കുന്നേ. അപ്പൊ ഇതാ കാര്യം. ഇപ്പോഴല്ലേ ഇവിടെ കിട്ടിയത്. നിങ്ങളിത് എന്താ ക്ലീറ്റോയെ കാണിക്കണേ? കറണ്ട് മോഷ്ടിക്കണ സർവീസ് വയറിൽ നിന്ന് വലിച്ചൊരു പൊതുപ്രവർത്തകൻ നന്നായിട്ടുണ്ട്. ഇതൊരു ലൈൻമാന്റെ വീടാണെന്നറിയോ നിങ്ങൾക്ക്? അവന് പുറത്തിറങ്ങി നടക്കണ്ടേ? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് ലാഭിക്കണത്? എനിക്കോ? ഞാനല്ലേ കറണ്ട് ബില്ല് അടയ്ക്കുന്നത്, നിങ്ങളല്ലല്ലോ. എനിക്ക് ഒരുപാട് ലാഭം വേണ്ട. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ എന്നോട് പറയണ്ടേ ക്ലീറ്റോ? ഈ നാട്ടുകാരുടെ മുമ്പിൽ നാണം കണ്ട കാര്യമുണ്ടോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു തങ്കം? എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞു തങ്കം. നിങ്ങൾ എന്നെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു. 24 മണിക്കൂറും കണ്ണുരുട്ടല്ലോ. എനിക്ക് മനസ്സിലായതാന്ന്. ഞാൻ പറഞ്ഞില്ലേ അവനെ അത് നോക്കാൻ അനുവദിക്കരുത്, അതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ നിനക്ക് മനസ്സിലാക്കി കൂടെ? അത് എന്റെ ദൈവമേ, ഭയങ്കര കഷ്ടമാണ് ക്ലീറ്റോ നിങ്ങളുടെ കാര്യം. അല്ല, നിങ്ങൾ എൻ്റെ അടുക്ക് പറഞ്ഞിട്ടില്ലേ നീ അനുഭവിക്കുന്നു? എന്തനുഭവിക്കുന്നു? അതെ, പിന്നെ ഇവൻ പോയിട്ട് അവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഫൈൻ ഒരു നല്ല തുക വരും. അതിന് അത് അടയ്ക്കണമല്ലോ. നീ അടയ്ക്കണം. ഞാനോ? നിങ്ങളല്ലേ അടയ്ക്കേണ്ടത്. ഞാനിവിടെ നിന്ന് എടുത്തിട്ട് അടയ്ക്കാൻ. എന്താ ഇപ്പം എനിക്കിപ്പം ഫൈൻ അടയ്ക്കണമെങ്കിൽ ഇച്ചിരി സമയം വേണ്ടി വരും. അതെന്താന്ന്? ഇപ്പം ഫൈൻ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയൊന്നുമല്ല, 10-25,000 രൂപ ഫൈൻ വരും. അതിന് അത് അടയ്ക്കണമെങ്കിൽ എനിക്ക് കുറച്ച് സാവകാശം വേണം, ഒരു 6 മാസമെങ്കിലും വേണം. അതെന്താന്നാ ഞാൻ ഈ ചോദിക്കണേ? പൈസ വരാണ്ടേ? പഴയ വിറ്റ് അതിനി പോവില്ല. Alien versus Alien.